പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഞാനൊരു ഗോശാല കൃഷ്ണനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ കൃഷ്ണം രാജു. അദ്ദേഹമാണ് ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ പശുക്കളെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ബ്രീഡ് ചെയ്ത് അദ്ദേഹം മനോഹരമായൊരു ഫാം നടത്തുകയാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ ജില്ലയിലെ ഏലേശ്വരത്താണ് ഡോക്ടർ കൃഷ്ണം രാജുവിൻ്റെ നടിപതി ഗോശാല. ഈ ഗോശാലയുടെ വിശേഷങ്ങൾ ഈ ദിനത്തിൽ കാണാം. ഇതാണ് ഡോക്ടർ കൃഷ്ണം രാജു, നടിപതി ഗോശാലയുടെ അധിപൻ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് മോളാണ് നിഖില. ശരിക്കും 3 ഇനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉയരത്തിൻ്റെ കാര്യത്തിലാണ് അതിൻ്റെ വ്യത്യസ്തതകൾ. ഇത് മിനിയേച്ചർ, അടുത്ത മൈക്രോ, പിന്നെയുള്ളത് നാനോ. This is the miniature 6th generation. Highest height below 2.5 feet. This is the father. Yeah, father is 4 years. Miniature father. And this is the mother, second lactation. This is the baby. Per time minimum 1 to 2 liters. Milk. That fact percentage nearly 9 to 10%. Highest medical values. And this is the indoor animal also. This is very short size. ഇതാണ് മൈക്രോ ഇനത്തിൽപ്പെട്ട പശുക്കൾ. ഇത് 2 അടി ഉയരമേ ഉള്ളൂ. നേരത്തെ കണ്ടത് മിനിയേച്ചറായിരുന്നു. ഉയരം കുറച്ചുകൂടെ കുറവാണ്. നല്ല കുട്ടപ്പന്മാരാണ്. ഡോക്ടർ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് Actually, miniature is the below 2.5 feet. This is the below 2 feet. This is the 2 years age, is a pregnant. This is the breeding bull. Actually, this maintenance only apartment culture. That is the per time minimum below 1 liter is milk. That is the good health benefits is there. Very friendly nature. Whatever any food also you adjust. Whatever any climate also you adjust. And longevity also 20 years life. What is the food habit? Same, normal cow to same. Grass. But green grass or dry grass, whatever any food you adjust, you also you adjust. ഒരു വലിയ പശുവിന് കൊടുക്കുന്ന അതേ തീറ്റ മതി ഇങ്ങനെ 6 വളർത്താൻ. Up to 5 feet to reduce every generation half feet. Reduce in treatment is my only therapeutic treatment. Nadipati is the acupuncture system. On a needle also, some animal any is birth. That time is put on the needle some body space. That is the reduce the height. That also reduce up to 18 years to 1 feet. Nano Nadipati is the 1 feet. Some 1 feet is cattle is there. This is the all is indoor animals. The mutation into indoor only. Just like in dog. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരം. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശു. 1 അടി മാത്രമാണ് നീളം. നാനോ നാടിപതി എന്നാണ് ഇവൻ്റെ പേര്. ഡോക്ടർ നാടിപതി ഡോക്ടറായതുകൊണ്ട് ഡോക്ടർ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. This is the Nadipati nano size. Okay. This is the highest height is 1 feet. 1 feet. 12 അടി inches. മാത്രമോ? By birth time only 4 to 6 inches. Okay. This is the whatever any place you travel, in car also, in apartments in 20 floor, 50 floor also, you maintain just like in Pomeranian dog. Yeah. He is very friendly, very neatness. In sleeping on the bed and sofa set and just like in humans. എന്തൊരു ക്യൂട്ടാണ് കേട്ടോ. ഭയങ്കര ഒരു നമുക്ക് എന്താ ഇതിനെ കമ്പയർ ചെയ്യേണ്ട, ഒരു പൂച്ചക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു അല്ലേ, അതുപോലെ ഇരിക്കും. ഇവിടുത്തെ പശുക്കളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഒരുപാട് VIP
ഇവിടുന്ന് പശുക്കളെ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട VIP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം 1.5 വർഷം മുമ്പ് 6 മിനിയേച്ചർ പശുവിനെയും അതുപോലെ ഒരു മിനിയേച്ചർ കാളയും വാങ്ങിയിരുന്നു. PM Narendra Modi and Yogi Adityanath is loving more affection in the miniature cattle. Because nowadays, every houses in small size. Kauka is big size. How to maintain is very difficult. This cattle is maintained very easily. Kali Yuga is avatar in Sri Krishna. Actually, Kauka Sri Krishna avatar. In Kauka Puja, Sri Krishna ka puja. ഈ നടിപതി ഗോശാലയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ഒരു പശുവിനെ വളർത്തുക. ഇപ്പോൾ ഈ ഇവിടെയുള്ള 3 ഇനങ്ങൾ മിനിയേച്ചർ, മാക്രോ ആൻഡ് നാനോ, ഈ 3 ഇനങ്ങളും ഉയരം വളരെ കുറവാണ്, തീറ്റ വളരെ കുറച്ച് മതി, നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്, വീടിനുള്ളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തിലാണ്. ഒരു നായയോ പൂച്ചയ്ക്ക് എങ്ങനെ വളർത്തുന്നു അതിന് പകരം ഒരു പശുവിനെ വളർത്തുക എന്നാണ് ഈ ഗോശാലയുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് 1-2 സെൻറ്റുകളൊക്കെയുള്ള വീടുകൾ ഒരുപാടുണ്ട്, ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതിനുള്ളിൽ വളർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതെല്ലാം. ഇതിൽ നാനോയ്ക്ക് മാത്രമാണ് ഇച്ചിരി പൈസ കൂടുതൽ, ബാക്കിയുള്ള ഇനങ്ങൾ വളർത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Normal cow life is the 10 to 12 years. This cattle is the nearly 20 years and more immunity, no disease. My concept is goal in before per year 1 lakh production. അങ്ങനെ ഒരു ഗോശാല കൃഷ്ണൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലെ പ്രത്യേക സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നടിപതി ഗോശാലയിൽ നിന്നും ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.